കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചെയ്ത കമൻ്റാണിത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ? വിവാഹം കഴിക്കാൻ പേടിയുള്ളവരുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ ലൈഫ് മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവരോടൊക്കെ പലരും കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? വിവാഹം കഴിച്ചിട്ട് പരാജയപ്പെട്ടു പോയവരുടെ ജീവിതം മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പേടിയായിരിക്കും. നേരെ മറിച്ച് വിജയിച്ചവരുടെ നോക്കൂ എന്നാണ് പലയിടത്തും കേൾക്കുന്നത്. എന്നാൽ ആ ഒരു കാര്യം ഒരിക്കലും ചെയ്തേക്കരുത്. കാരണം ശരിയായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും 90% വിവാഹങ്ങളും വെറും പരാജയമാണ് എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ തന്നെ എടുക്കുക. ചിലയിടത്ത് ഭാര്യ സഹിക്കുന്നു, ചിലയിടത്ത് ഭർത്താവ് സഹിക്കുന്നു, ചിലയിടത്ത് കുട്ടികൾ സഹിക്കുന്നു, പലയിടത്തും വീട്ടുകാർ സഹിക്കുന്നു, അപൂർവം ചിലയിടത്ത് നാട്ടുകാർ സഹിക്കുന്നു. ഇവിടെ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ സിംഗിളായി തന്നെ ജീവിക്കുന്ന പല യുവാക്കളുടെയും അല്ലെങ്കിൽ യുവതികളുടെയും ജീവിതം ശോകമയമാണ്. അതിൻ്റെ കാരണം എന്താണ്? അവര് സിംഗിൾ ലൈഫിൻ്റെ ഗുണങ്ങൾ കണ്ടിട്ടല്ല അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നത്. അവർക്ക് ഒന്നെങ്കിൽ പെണ്ണ് കിട്ടാനിട്ട് അല്ലെങ്കിൽ ചെറുക്കൻ കിട്ടാഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ ഒരു അവസ്ഥ വരികയും പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സിംഗിൾ ലൈഫ് ജീവിച്ചേക്കാം എന്ന് തീരുമാനിക്കുന്നിടത്താണ് പ്രശ്നം. അല്ലാതെ അവരത് ഇഷ്ടപ്പെട്ട് ആ ഒരു ജീവിത രീതി പിന്തുടർന്നവരല്ല. എന്നാൽ ഇതല്ല വികസിത രാജ്യങ്ങളിൽ സംഭവിക്കുന്നത്. എന്തിന്? ചൈനയിൽ പോലും ഇപ്പോൾ ഇത് വളരെയധികം കൂടി വരികയാണ്. വിവാഹം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തും പറയട്ടെ പെൺകുട്ടികൾക്ക് നേട്ടമാണ്, ആൺകുട്ടികൾക്കാകട്ടെ കോട്ടവുമാണ്. ഇതൊരു ഉപമയായിട്ട് പറഞ്ഞതാണ്, മനസ്സിലാക്കാൻ എളുപ്പത്തിന്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് സ്ത്രീധനം എന്ന് പറയുന്നൊരു കാര്യം. പൊതുവെ വിവാഹം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കല്ലേ ബുദ്ധിമുട്ടായിട്ട് പറയുന്നത്. കാരണം സ്ത്രീധനം കൊടുക്കണം. ഇത് നിയമം മൂലം നിരോധിച്ച കാര്യമാണ്, ശിക്ഷാർഹമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? എന്നാൽ ഇവിടെ ചിന്തിക്കാത്ത മറ്റൊരു കാര്യവുമുണ്ട്. ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം സ്ത്രീധനം നൽകിക്കൊണ്ട് ഒരു പെൺകുട്ടി ഒരു യുവാവിനെ വിവാഹം കഴിക്കുമ്പോൾ ആ പെൺകുട്ടി പിന്നീട് സ്വന്തമാക്കുന്നത്, അല്ലെങ്കിൽ ആ നിമിഷം മുതൽ സ്വന്തമാക്കുന്നത് അവൻ്റെ അല്ലെങ്കിൽ അവൻ പാരമ്പര്യമായി ആർജിച്ച സമ്പത്തിൻ്റെ പോലും നേരെ പകുതിയാണ്. 5 ലക്ഷം മുടക്കി 1 കോടി നേടുന്ന ഒരു പരിപാടിയാണ് മിക്ക പെൺകുട്ടികളും അവിടെ നടത്തുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ഡിവോഴ്സ് ചെയ്ത് നോക്കിയാലും മതി. വിവാഹമോചനത്തിലേക്ക് പോകട്ടെ. അപ്പോൾ ഈ ഹരിശ്രീ അശോകൻ ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ ഇനി സ്വന്തമായിട്ടെന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ എല്ലാം ഊരി കൊടുക്കേണ്ടി വരും. സമൂഹം പരിഷ്കരിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ഇതും പരിഷ്കരിക്കേണ്ടതാണ്. സ്ത്രീധനം പാടില്ല എന്ന് പറയുമ്പോൾ പോലും വിവാഹമോചനത്തിൻ്റെ ഒക്കെ സാഹചര്യത്തിൽ ഈ പറയുന്ന മുൻ ഭാര്യ ഒരു കാമുകന്റെ കൂടെ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്കും ജീവിക്കാനുള്ളത് മാസാമാസം ജീവനാംശമായി ഭർത്താവ് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? പലരും വിവാഹത്തെ പേടിക്കുന്നത്, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ. ഇപ്പൊ തന്നെ രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാനായിട്ട് പെടുന്ന പാട്, ജീവിത ചെലവുകൾ അതുപോലെയാണ്. അപ്പൊ ഇനി ഒരു വിവാഹം കൂടെ കഴിച്ചാൽ എന്താവും അവസ്ഥ? കൂനിന്മേൽ കുരു, കുരുവിന്മേൽ പരു എന്നുള്ളൊരു അവസ്ഥയാകില്ലേ എന്നുള്ളൊരു ആശങ്ക. ഭാവിയിലെ ചെലവുകൾ ഓർത്ത് വിവാഹത്തെ പേടിക്കുന്നതിന് പകരം ഇന്നത്തെ നിങ്ങളുടെ ചെറിയ വരുമാനം ഉപയോഗിച്ച് പോലും വരും കാലത്ത് വലിയൊരു തുക ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ളൊരു നിക്ഷേപ അവസരം പരിചയപ്പെടുത്താം. നിങ്ങളുടെ വരുമാനം വലുതോ ചെറുതോ ആകട്ടെ, മാസം 2000 രൂപ പോലെയുള്ള ചെറിയ തുകകൾ പോലും നിക്ഷേപിച്ചുകൊണ്ട് ഒരു ലോങ് ടേമിൽ വലിയൊരു സമ്പത്ത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ലാഭം കിട്ടുന്നതിനൊപ്പം നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് 100% ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന നിക്ഷേപ അവസരവുമായി ഇന്ത്യയിലെ സ്വകാര്യ മുൻനിര ലൈഫ് ഇൻഷുറൻമാരിൽ ഒന്നായ ആക്സിസ് മാക്സ് ലൈഫ് ഇപ്പോൾ സസ്റ്റൈനബിൾ വെൽത്ത് 50 ഇൻഡെക്സ് ഫണ്ടുമായി വന്നിരിക്കുകയാണ്. എന്നാൽ ഈ മാസം ജനുവരി 16 വരെ മാത്രമാണ് നിങ്ങൾക്കിവിടെ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അതായത് ഇനി 9 ദിവസങ്ങൾ കൂടി മാത്രം അവശേഷിക്കുന്നു. ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ആക്സിസ് മാക്സ് ലൈഫ് സസ്റ്റൈനബിൾ ഈൽഡ് ഇൻഡെക്സിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെഗ്മെന്റുകളിലായി ലഭ്യമായ മൊത്തം 500 കമ്പനികളിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ലാഭകരമായ 50 കമ്പനികളിൽ നിങ്ങളുടെ ഫണ്ടിന്റെ ഒരു ഭാഗം നിക്ഷേപിക്കുകയും മറ്റൊരു ഭാഗം ഫണ്ട് സേഫ് ആക്കാനും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്നും ദീർഘകാലത്തേക്ക് വലിയൊരു തുക ലാഭമായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഈ ബെഞ്ച് മാർക്കിന്റെ കഴിഞ്ഞ 10 വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺ 25.2%, കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഇത് 37%. അതായത് 2014 ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഇവിടെ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 9.5 മടങ്ങ് അല്ലെങ്കിൽ 9.5 ലക്ഷം രൂപയായി മാറുമായിരുന്നു. കൂടാതെ നിങ്ങൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ഒരു ലൈഫ് കവറും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം. ഉദാഹരണത്തിന് NRIകളൊക്കെ ആയിട്ടുള്ളവർ 18,000 രൂപയൊക്കെ വെച്ച് മാസം നിക്ഷേപിക്കുകയാണെങ്കിൽ 3 കോടിയുടെ വരെ റിട്ടേൺ സാധ്യതയുള്ള അവസരങ്ങളും ഇവിടെ കാണാം. ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്ത് ഈ NFI കുറിച്ച് കൂടുതൽ പഠിക്കാനും നിക്ഷേപിക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇന്നൊരു പക്ഷെ പഠിച്ച് കാശുണ്ടാക്കി സ്വന്തം സ്ത്രീധനം നിയമവിരുദ്ധമായിട്ടും അത് കണ്ടെത്തുന്ന പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും
ഭൂരിഭാഗം കേസുകളിലും ഈ സ്ത്രീധനം കൊടുക്കേണ്ടത് പെണ്ണല്ല, പെണ്ണിന്റെ അപ്പനാണ്, അതും ഒരു പുരുഷനാണ്. എവിടെയും ബലിയാടുകളാകുന്നത് പുരുഷന്മാരല്ലേ? സൂക്ഷ്മമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നേരെ മറിച്ച് ഇനി സ്ത്രീധനമൊന്നും വേണ്ട എന്ന് പറഞ്ഞൊരു പുരുഷൻ വിവാഹം കഴിച്ചു എന്ന് കരുതുക. ഭാവിയിൽ ഈ ഭാര്യ തന്നെ ഇയാളെ കുറ്റപ്പെടുത്തും. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, അന്ന് എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് വാങ്ങണ്ടായിരുന്നോ? ഇങ്ങനെ പല അനുഭവങ്ങളും ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾ പലരും വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാനില്ല എന്നുള്ളൊരവസ്ഥ സംജാതമായിരിക്കുന്നു. പെൺകുട്ടികളുടെ ഈ പ്രവൃത്തി ശരിയോ തെറ്റോ എന്ന് പറയുക അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്, ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, വിവാഹം വേണ്ട എന്ന് പറയുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ പിന്നീട് ജീവിതകാലം മുഴുവൻ സിംഗിളായി തന്നെ നിൽക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. അവർ വിവാഹം കഴിക്കുന്നുണ്ട്, അല്പം വൈകിയാണെന്ന് മാത്രം. പക്ഷേ അവർക്ക് സംഭവിക്കുന്ന അബദ്ധം എന്താണ്? നല്ല പ്രായത്തിലുള്ള ആൺകുട്ടികളെ വിവാഹം കഴിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം അവരുടെ പ്രായം കൂടിപ്പോയി. 30 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് 27, 26, 28 വയസ്സുള്ള ഒരു ചെറുക്കനെ കിട്ടാനായിട്ട് സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും അവർ വിവാഹം കഴിക്കുന്നത് ആരെയായിരിക്കും? അവരെക്കാൾ പ്രായം കൂടിയ 32, 35, 38 വയസ്സുള്ള ഇങ്ങനെ ആന്റിമാർ, അങ്കിളുമാരെ വിവാഹം കഴിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വിവാഹം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ ലേറ്റായി വിവാഹം കഴിക്കുന്നുണ്ട്. അതിനനുസരിച്ച് യുവാക്കളുടെ വിവാഹപ്രായം വീണ്ടും കൂടുകയാണ്. അത്യാവശ്യം പ്രായമായ യുവതികളെ വിവാഹം കഴിക്കുന്ന അത്യാവശ്യം പ്രായമായിട്ടുള്ള യുവാക്കൾ അതുവരെയും പറഞ്ഞു നടക്കുന്നത് എന്തായിരിക്കും? പെണ്ണ് കിട്ടാനില്ല. കാരണം അവർക്ക് 30-ലും 31-ലും 32-ലും 33-ലും പോലും വിവാഹം നടക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. പക്ഷെ ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമുള്ളത്, ഇത്രയും പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തിനാണ് പിന്നെ വിവാഹം കഴിക്കുന്നത്? പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അങ്ങനെ പറയാൻ പറ്റുന്ന പ്രായത്തിൽ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ്, ആ പ്രായത്തിലൊക്കെ തന്നെയാണ് വിവാഹം കഴിക്കേണ്ടത്. ഇത് ബയോളജിക്കലി മാത്രമല്ല. ഇപ്പോഴത്തെ ജെൻസി എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു തലമുറയെ അങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും ഏറ്റവും പുതിയ പിള്ളേര് വളരെ ചെറുപ്പത്തിലെ തന്നെ വിവാഹം കഴിക്കുമ്പോൾ അതിനെയൊക്കെ ഒരുപാട് കളിയാക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. പക്ഷെ അവർ ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള കാര്യം. അവർ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പണ്ട് യൂറോപ്പിൽ വലിയ പുരോഗമന ചിന്തയൊക്കെ വന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ കഴിക്കണം. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പര സമ്മതത്തോടെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ഒരു നടപടിയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ അത് നേരത്തെ തന്നെ ആകണം. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളൊക്കെ എത്ര വയസ്സ് വരെ ജീവിക്കും? ശരാശരി ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ്. ഇതിൽ തന്നെ നല്ല പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 30 വയസ്സ് വരെയാണ്. നമുക്ക് ആരോഗ്യമുണ്ട്, സമയമുണ്ട്, അത്യാവശ്യം പണമുണ്ട്, ഏറെക്കുറെ സ്വാതന്ത്ര്യത്തോടെ നടക്കാം, വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ആയിട്ടില്ല. നല്ല സമയം അത് തന്നെയാണ്, ഒരു 30 വയസ്സ് വരെ. അത് കഴിഞ്ഞാലോ ഇതെല്ലാം താഴേക്ക് പോകാൻ പോവുകയാണ്. ആരോഗ്യം കുറയാൻ പോകുന്നു, സാമ്പത്തികമായിട്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടാൻ പോകുന്നു. കാരണം ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്, സമയം നമുക്ക് കുറവായിരിക്കും. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയ കയറ്റം കയറാൻ നിൽക്കുകയാണ് നമ്മൾ, ഒരു എവറസ്റ്റ് കയറാൻ നിൽക്കുകയാണ്. ആ സമയത്ത് കാലിടറാതെ എങ്ങനെ നടക്കും എന്നുള്ള അവസ്ഥയിൽ നിങ്ങളൊരു വലിയ ചുമടും കൂടി എടുത്ത് വെക്കുന്നത് പോലെയാണ് ആ സമയത്തുള്ള വിവാഹങ്ങൾ. യുക്തി അനുസരിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു 60 വയസ്സ് വരെയാണ് ശരാശരി ജീവിക്കുന്നതെങ്കിൽ ഇപ്പം 80, 100 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നവരുണ്ടാകും. പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ഒരു ജീവിതം അത്ര ആനന്ദകരമൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഒരു 60 വയസ്സെന്ന് എടുക്കുക, ഒരു 28 അല്ലെങ്കിൽ 30 വയസ്സ് വരെയൊക്കെ വിവാഹം കൂടാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചുവെങ്കിൽ പിന്നെ എന്തിനാണ് ഇനി കൂടുതൽ കഷ്ടപ്പാടുകൾ വരാൻ പോകുന്ന ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്? അത്രയും കൂടെ ആയാസരഹിതമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഇനി അങ്ങോട്ട് ജീവിക്കണ്ടേ ചോദിച്ചാൽ ഈ 27 അല്ലെങ്കിൽ 30 വയസ്സ് വരെയൊക്കെ ജീവിച്ചത് നമ്മൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് എത്ര വയസ്സായാലും ഇതെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് തോന്നുക. നോക്കിയിരിക്കുമ്പോൾ നമ്മുടെയും വാർദ്ധക്യം വരും. അങ്ങനെ എന്നേക്കുമായി നമ്മൾ മൺമറഞ്ഞു പോകും. ഈ പറഞ്ഞ ചിന്തകളൊക്കെ പഴഞ്ചനായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, 2019 വർഷത്തിൽ, അധികം നാളായിട്ടില്ല, അന്ന് പോലും അമേരിക്കയിൽ നടത്തിയൊരു സർവേ അനുസരിച്ച് 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള 50% ആളുകളും, പകുതി ആളുകളും സിംഗിളായി ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ജർമ്മനി എടുക്കുകയാണെങ്കിൽ ഇത് 40%. ജപ്പാൻ, സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങളുടെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യക്കാര് ഒരുപാട് വികസിതമായ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്? അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ പോപ്പുലേഷൻ ഇല്ലാതാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. യുവജനങ്ങൾ, പണിയെടുക്കാൻ ആളില്ല. അപ്പോൾ ഇതുപോലെയുള്ള സാധാരണ രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് ആളെ ആവശ്യമുണ്ട്. ഇതാണ് കാരണം. ഇന്ന്
ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിൽ വിവാഹം കഴിക്കുക, ഒരുപാട് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ള രീതിയിൽ പോകുന്നത് ഒന്നാമത് ആഫ്രിക്കൻ രാജ്യങ്ങളും പിന്നെ പ്രധാനമായിട്ടും ഇന്ത്യയുമാണ്. അത്യാവശ്യം വിദ്യാഭ്യാസവും വെളിവും ഒക്കെ ഉള്ള അല്ലെങ്കിൽ കൊള്ളാവുന്ന രാജ്യങ്ങളിലുള്ളവരൊക്കെ സിംഗിളായി ജീവിക്കാനും അല്ലെങ്കിൽ വിവാഹങ്ങൾ ഒഴിവാക്കാനും കുട്ടികൾ വേണ്ട എന്നും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതാണ് തെറ്റെന്നും ഞങ്ങൾ ഈ മൂന്നാം കിട രാജ്യങ്ങളിലുള്ളവർ ചെയ്യുന്നതാണ് ശരി എന്നും പറയുന്നതിൽ വലിയ യുക്തിയൊന്നുമില്ല. ഒരുമാതിരി പ്രായമായ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിയാറായ പല അമ്മച്ചിമാർക്കും അപ്പൂപ്പന്മാർക്കും ഒക്കെ ഒരേ ഒരു കാര്യമേ പറഞ്ഞു തരാനുണ്ടാവുകയുള്ളൂ. അതായത് പുതിയ ആളുകളോട് കല്യാണം കഴിക്കൂ എന്നുള്ളത്. കാരണം ഇവരും അല്ലെങ്കിൽ പലരും ചിന്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്ന ഒന്ന് വേണമെങ്കിൽ വിവാഹം വേണമെന്നുള്ളതാണ്. പക്ഷെ പഠനങ്ങൾ തെളിയിക്കുന്നത് വിവാഹം കഴിക്കുന്ന 90% ആളുകളും നിരാശരാണ് എന്നുള്ളതാണ്. ആദ്യത്തെ 1-2 വർഷങ്ങൾ മാത്രം സന്തോഷത്തിൽ നിൽക്കുകയും പിന്നീട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും കോംപ്രമൈസ് ചെയ്തുകൊണ്ടും ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ കുറെ കൂടെ ദുഷ്കരമായൊരു ജീവിതത്തിലാണ് അവർ പിന്നീട് ജീവിക്കുക. അവർ ഒന്നിച്ച് ജീവിക്കുന്നുണ്ട്, ഒരുപക്ഷെ സമൂഹം നോക്കുമ്പോൾ അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കാം. പക്ഷേ 90% ആളുകളും സംതൃപ്തരല്ല. അപ്പോൾ വിവാഹത്തിനുപരി സന്തോഷമായിട്ടിരിക്കാൻ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത് ഒരിക്കലും അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്. മറ്റൊന്ന്, ഒട്ടുമിക്ക വിവാഹങ്ങളും ചൂഷണത്തിൽ തന്നെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ കാലത്ത് പോലും അടുക്കളയിൽ ഹോമിക്കപ്പെടുന്ന വീട്ടമ്മമാരുടെ നാടാണിത്. എന്നാൽ അവർ പോലും അത് മനസ്സിലാക്കുന്നില്ല. പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയാറുണ്ടെങ്കിൽ പോലും. ഒരിക്കൽ മലയാളിയുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോയിൽ ഇത് പറഞ്ഞതാണ്. ഭക്ഷണം ഉണ്ടാക്കാനുള്ള യന്ത്രങ്ങളായിട്ട് മാത്രം ഒരു സ്ത്രീ മാറുന്ന ഒരു പ്രക്രിയയാണ് പൊതുവെ പണ്ട് വിവാഹം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ചോറ് വയ്ക്കാനുള്ള ആളെ തേടി ചായ കുടിച്ചുകൊണ്ടുള്ള നടപ്പാണിതെന്ന്. അല്ലെങ്കിൽ മലയാളികളുടെ ജീവിത രീതി തന്നെ ഇതാണ്: ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണികളെ ഉണ്ടാക്കുക, ഉണ്ട പോലെ ഇരിക്കുക. ഇന്ന് ഒരുപാട് പേര് യൂറോപ്പിലേക്ക് മറ്റുമൊക്കെ പോകുമ്പോഴും യഥാർത്ഥത്തിൽ നിങ്ങൾ സിംഗിളായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണത്, നാടുവിടുക. കാരണം നമ്മുടെ നാട്ടുകാർ ഒരിക്കലും വിവാഹം കഴിക്കാതെ സിംഗിളായി ജീവിക്കുന്ന ഒരാളെ അവർ അംഗീകരിക്കുന്ന വിശാലമായ കേരളമൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവരുടെ പ്രശ്നം ഉണ്ടാകരുത് എന്നുണ്ടെങ്കിൽ, സ്വസ്ഥമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണെങ്കിൽ ഈ പറയുന്നത് പോലെ നല്ലൊരു സാധ്യത ഉണ്ടെങ്കിൽ പുറത്തു പോയി സ്വസ്ഥമായി ജീവിക്കുക. പക്ഷേ അവിടെയുള്ള മലയാളി കോളനികളിലേക്ക് നിങ്ങൾ ചെന്ന് കയറരുത്. ഇപ്പോൾ UK-യിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ മലയാളികൾ മാത്രമുള്ള ഏരിയകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ചെന്ന് കയറിയാൽ കേരളത്തിലെ 10 ഇരട്ടി പ്രശ്നങ്ങളായിരിക്കും അവിടെ. അങ്ങനെയൊന്നും അല്ലാതെ നല്ലൊരു സ്ഥലം, ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാകും എന്ന് പറയാറില്ലേ, അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോവുക. പക്ഷെ വിരോധാഭാസം എന്ന് പറയട്ടെ, ഇന്ന് പലരും വിദേശത്തേക്ക് പോകുന്നത് തന്നെ പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വിവാഹം കഴിക്കണമെന്നുമില്ല, എന്നാൽ സിംഗിളായി ജീവിക്കണമെന്നുമില്ല. ഇങ്ങനെയുള്ളൊരു മധ്യ അവസ്ഥയിലായിരിക്കും പലരും. അങ്ങനെയുള്ളവരോട് പറയാനുള്ളൊരു ഉപദേശം ഇതാണ്: അത്രയ്ക്ക് പ്രയോജനമുണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിക്കുക. അല്ലാതെ സോഷ്യൽ പ്രഷർ കൊണ്ടോ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും വിവാഹം ചെയ്യാതിരിക്കുക. സമൂഹത്തിൽ അത്യാവശ്യം വിജയിച്ച് നിൽക്കുന്നവർ, ഏതെങ്കിലുമൊക്കെ മേഖലയിൽ വലിയ വിജയങ്ങളോ അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തികമുള്ളവർക്കോ ഒക്കെ മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതും ഒരു യാഥാർത്ഥ്യമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെയും മതിയായതാണ് എന്നുള്ളൊരു ബോധ്യം, ഒരു ആത്മവിശ്വാസം, സ്വയം ഒരു അഭിമാനമൊക്കെ ഉള്ളവർക്ക് ഈ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും തീരുമാനിക്കാം, ഞാൻ ഇത്രയ്ക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതിനും മാത്രമുള്ള ഒരാളെ, അതിപ്പോൾ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് സൗന്ദര്യമോ പണമോ സ്വഭാവശുദ്ധിയോ എന്തുമാകാം. നമുക്ക് മേമ്പൊടിയായിട്ടോ പൂമ്പൊടിയായിട്ടോ ഒക്കെ വേണമെങ്കിൽ പൊലിപ്പിച്ച് പറയാം ഈ വിഷയം. സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യവുമില്ല, പണമല്ല പ്രധാനം. പക്ഷേ ഈ സമൂഹത്തിൽ നടക്കുന്ന എന്താണ്? ഇത് തുറന്നു പറയുന്നവർ യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തകൾ ഉള്ളവരല്ല. അതായത് ലുക്കിസം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഒരാൾ നിങ്ങളെ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത് നിങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ ആ ഒരു ലുക്ക് നോക്കിയിട്ടാണ്. അതാണ് ലുക്കിസം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരാളെ എത്ര കാര്യമായിട്ട് പ്രണയിച്ചാലും ഇഷ്ടപ്പെട്ടാലും ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനമാകുന്നത് എന്താണ്? നിങ്ങളുടെ സൗന്ദര്യം, നിറം, നിങ്ങളുടെ പണം, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ഒരു സ്മാർട്ട്നെസ്, സംസാരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരം ചില ഹാർഡ് റിയാലിറ്റികൾ ഉൾക്കൊള്ളാൻ ആദ്യം തന്നെ സാധിക്കണം. വിവാഹം എന്ന് പറയുന്ന കാര്യം പലപ്പോഴും ആളുകൾക്ക് കൊടുക്കുന്ന വാല്യൂസ് എന്താണ്? ഒന്ന് ത്യാഗം, മറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, വേറൊന്ന് റിയാലിറ്റി, യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സ്ത്രീയെയോ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നവർ 1% പോലും ഇല്ല. ഇനി നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ പോലും അതും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. പക്ഷെ നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങളുടെ ഇണ കാജൽ അഗർവാളോ എമ്മ വാട്സണോ ഒക്കെ ആയിരിക്കും.
എന്നാൽ ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കുന്ന നിങ്ങൾ താരതമ്യേന വലിയ കുഴപ്പമില്ലാത്ത ഒരാളെ എല്ലാ ഗുണങ്ങളും സ്വയം ആരോപിച്ചുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നു. അതുപോലും നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. യുവാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ 25-ാമത്തെ വയസ്സിൽ ഐശ്വര്യ റായ് തന്നെ വേണം. പിന്നീട് ഓരോരോ കാര്യങ്ങളായിട്ട് കോംപ്രമൈസ് ആയതിനു ശേഷം ഒരു 30-നോട് അടുക്കുമ്പോൾ പെണ്ണ് എന്ന് പറയാവുന്ന ഒന്ന് മതി എന്നുള്ളൊരു അവസ്ഥയിൽ അവർ കെട്ടുന്നു എന്നാണ് പറയുക. ഇതേ കാര്യം തന്നെയാണ് പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത്. ആൺകുട്ടികൾ ഒരിത്തിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല, അവരുടെ ആരോഗ്യവും സൗന്ദര്യവും ഒന്നും പെട്ടെന്ന് അങ്ങനെ പോവില്ല. പക്ഷെ സ്ത്രീകളുടെ ഇത് പെട്ടെന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് പെൺകുട്ടിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കെട്ടിയിരിക്കണം എന്നൊക്കെ ചില കുടുംബശ്രീ അമ്മച്ചിമാരൊക്കെ ഉപദേശിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്താ ഇതിന്റെ കാരണം? ഈ ഒരു കാര്യത്തിൽ ആണിനും പെണ്ണിനും വ്യത്യാസമൊന്നുമില്ല. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഒരു പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ, അമ്മയായി കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ സൗന്ദര്യം മുഴുവൻ പോയതുപോലെ ഇവിടെ കാണപ്പെടുന്നതിന്റെ കാരണം എന്താണ്? യൂറോപ്പിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഒക്കെ പോയിട്ട് അവിടെ ജീവിക്കുന്ന യുവതികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതായത് മലയാളികൾ തന്നെയായിട്ടുള്ളവർ നാട്ടിലേതുപോലെ ആയിരിക്കില്ല. കാരണം അവിടെയാണ് അവരൊരു കുട്ടിക്ക് ജന്മം നൽകുന്നതെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വന്നാലും അവർ പ്രസവിച്ചെന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അമ്മയായിരുന്നോ പറയുകയില്ല. കാരണം എന്താണ്? പ്രസവത്തിന് ശേഷം പ്രസവിച്ചിട്ടേ ഇല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഡയറ്റും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ ഉള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്? ആയുർവേദത്തിന്റെ നന്മകൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, രക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം. പ്രസവത്തിന് ശേഷം ഈ സ്ത്രീയിലേക്ക് എല്ലാ കൊഴുപ്പുകളും അല്ലെങ്കിൽ വളരെ അമിതമായിട്ട് കലോറിയും ഒക്കെ ചെല്ലുന്ന രീതിയിൽ ഇതെല്ലാം കുത്തിക്കയറ്റി, ഒരു ഉദാഹരണം പറഞ്ഞാൽ ആട്ടിറച്ചി പോത്തിന്റെ നെയ്യിൽ വറ്റിച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറമെ വേറെ കുറെ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഏകദേശം ഇതുപോലെയാണ്. വളരെ കൊഴുപ്പുള്ള അല്ലെങ്കിൽ ഹോർലിക്സിൽ ബോൺവീറ്റയും കോംപ്ലാനും കൂടെ കലക്കിയാൽ എങ്ങനെ ഉണ്ടാകും? ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കഴിപ്പിച്ച് പ്രസവത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാളും വയറും അല്ലെങ്കിൽ ശരീരത്തിൽ ഉടനീളം A നിലവറയും B നിലവറയും C നിലവറയും ഒക്കെ ആയി കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു ഉണ്ട പോലെ ആക്കിയതിന് ശേഷം നമ്മുടെ കാരണവന്മാരൊക്കെ പറയും, ഇപ്പോഴാണ് ശരിയായത്, ആരോഗ്യം കിട്ടിയത്. അന്ന് മുതൽ ആ സ്ത്രീക്ക് സകല ആരോഗ്യ പ്രശ്നങ്ങളും തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ ഈ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ആയുർവേദ നന്മകൾ പോലും അശാസ്ത്രീയമാണെന്ന്. അപ്പൊ ഇതുകൊണ്ടാണ് വിവാഹത്തിന് ശേഷം പല സ്ത്രീകളുടെയും ആരോഗ്യം നശിക്കുന്നത്. ഇതും ഒരു കാരണമാണ്, എല്ലാമാണെന്നല്ല പറഞ്ഞത്. വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊരാളെ സഹിക്കാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പലരും ഇപ്പോൾ പുരുഷന്മാർ സ്ത്രീകളാൽ ഉപദ്രവിക്കപ്പെടുന്നു. കാരണം വേർ ഈസ് മണി ദേർ ഈസ് പവർ എന്നുള്ളൊരു കാര്യമുണ്ട്. അത് പുരുഷന്മാരും പണ്ട് അത് തന്നെയാണ് ചെയ്തിരുന്നത്. ഇന്ന് ഒരുപാട് വീട്ടപ്പന്മാരും കൂടെ ഉള്ളൊരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് വിദേശത്തേക്കൊക്കെ പോകുന്നവരുടെ കാര്യത്തിൽ. വിവാഹം വേണോ, സിംഗിളായി ജീവിക്കണോ, ഇതൊക്കെ ഓരോരുത്തരുടെ മാനസികമായ അവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ വിവാഹം കഴിക്കുന്നത് അയാൾക്ക് നല്ലതാകണമെന്നില്ല. നേരെ മറിച്ച് ഒരിക്കലും ഒരു കൂട്ട് വേണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരാൾ ഒറ്റയ്ക്ക് ജീവിച്ചാൽ അയാൾക്ക് അതൊരു ബോറടിയോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളെപ്പോലെ തന്നെ വേറൊരാളെ നിങ്ങൾക്കൊരു സുഹൃത്തായിട്ട് കിട്ടുന്നു എന്ന് കരുതുക. നിങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഈ സയൻസ് ഫിക്ഷൻ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നാളത്തെ നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് ഇന്നത്തെ ദിവസത്തേക്ക് വന്നു. എന്നിട്ട് അയാൾ ഇനി നിങ്ങളുടെ കൂടെ മുഴുവൻ ഉണ്ടാകും. അതായത് നിങ്ങൾ തന്നെ 2 പേര്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? സ്വയം ഒന്ന് ചിന്തിക്കുക. നിങ്ങളെക്കുറിച്ച് എല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്വഭാവവും അറിയാം. ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കണമെന്നല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെ 2 പേരുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുമോ? നിങ്ങൾക്ക് അയാൾ ഇഷ്ടപ്പെടുമോ? അതൊന്ന് ചിന്തിക്കുക. അതോ ഈ ശല്യം ഒന്ന് പോയി കിട്ടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുക? ഇനി ഇതേ കാര്യം വിവാഹത്തിന്റെ അടിസ്ഥാനത്തിലും ചിന്തിക്കുക. സിമ്പിൾ. ബയോളജിക്കലി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനൊക്കെ എങ്ങനെയാണ് പരിണാമം സംഭവിച്ചപ്പോൾ ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ നോക്കിയാൽ, നമ്മുടെ ഹോർമോൺസും ഒക്കെ അടിസ്ഥാനമാക്കി നോക്കിയാൽ സിംഗിളായി ജീവിക്കാൻ ആണുങ്ങൾക്ക് എളുപ്പമാണ്. സിംഗിളായി ജീവിച്ചെന്ന് വെച്ചിട്ട് ആണുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് ഒരു പെൺകുട്ടിക്ക് സിംഗിളായി ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? യഥാർത്ഥത്തിൽ നമ്മൾ പ്രകൃതിയിൽ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ പുരുഷന് അല്ലെങ്കിൽ സ്ത്രീക്കും ഒരിണ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. നേരെ മറിച്ച് പുരുഷന് ഒരിണ സ്വീകരിച്ചാൽ പോലും ഒരുപാട് കാലത്തേക്കൊന്നുമില്ല, ഏതാനും വർഷങ്ങൾ മാത്രം ഒരു ഇണയുടെ കൂടെ സമയം ചെലവഴിക്കുക, പിന്നെ പോവുക. അതായത് ഭൂരിഭാഗ സമയവും ഒരു പുരുഷൻ ഏകനായിട്ട് അല്ലെങ്കിൽ സിംഗിളായി തന്നെ ജീവിക്കാനാണ് പ്രകൃതിയിൽ പറയുന്നത്. ഇടയ്ക്ക് മാത്രമാണ് ഇണയെ സമീപിക്കേണ്ടത്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവര് നിരന്തരം കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പുരുഷനോ അല്ലെങ്കിൽ പല പുരുഷന്മാരോ, അതായത് പഴയ കാലത്തെ കാര്യമാണ് പറയുന്നത്, ഒരു സ്ത്രീ ഒരു പുരുഷനെ സ്വീകരിക്കുന്നു, പിന്നീട് കുട്ടികൾ ഉണ്ടാവുന്നു. ഈ കുട്ടി ഒരു പ്രായമാകുന്നത് വരെ ഈ പുരുഷൻ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കാണ് കൂടുതലും ഒരു ഇണയെ അല്ലെങ്കിൽ ഒരു പങ്കാളിയെ ആവശ്യമുള്ളത്. നമ്മളിപ്പം പറഞ്ഞത് ഒരു BC 15,000 വർഷങ്ങൾക്ക് മുൻപ് കോമൺ ആയിട്ട് നടക്കുന്ന, അതിനുശേഷവും ഉണ്ട് എങ്കിൽ പോലും അങ്ങനെയുള്ളൊരു കാര്യമാണ്.
എന്നാൽ ഇതിനു മുൻപെടുക്കുകയാണെങ്കിലോ, പണ്ട് 4 കാലിൽ നടന്നിരുന്ന ജീവിവർഗം ഈ പറയുന്ന മനുഷ്യനായി പരിണമിക്കുന്ന സമയത്ത് 4 കാലിൽ നിന്ന് 2 കാലിലേക്ക് നിന്ന് നമ്മൾ നടക്കാൻ തുടങ്ങി. അത് ഒരു ദിവസം പെട്ടെന്ന് നടക്കാൻ തുടങ്ങിയതല്ല, 10,000 വർഷങ്ങൾ കൊണ്ടാണ് ആ മാറ്റം വരുന്നത്. ഇങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. പുരുഷന്മാർക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ സ്ത്രീകൾക്ക് അവരുടെ ഇടുപ്പെല്ലിന്റെ വീതി അത് കുറയാനായിട്ട് തുടങ്ങി. കാരണം അങ്ങനെ ഇടുപ്പെല്ലിന്റെ വീതി കുറഞ്ഞാൽ മാത്രമേ 2 കാലിൽ നിവർന്നു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 4 കാലിൽ തന്നെ നടക്കണം. എന്താ പ്രശ്നം? ഇടുപ്പെല്ലിന്റെ വീതി കുറഞ്ഞോട്ടെ. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഇടുപ്പെല്ലിന്റെ വീതി കുറഞ്ഞു വന്നാൽ പഴയതുപോലെ ആരോഗ്യവാനായ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് സാധിക്കില്ല. കന്നുകാലികളെയും ആടിനെയും ഒക്കെ കണ്ടിട്ടില്ലേ? അവയുടെ കുഞ്ഞുങ്ങൾ പ്രസവത്തിന് ശേഷം ഓടിച്ചെന്ന് അപ്പോൾ തന്നെ ഓടുകയാണ്, എന്നിട്ട് പാല് തനിയെ ചെന്ന് കുടിക്കുകയാണ്. പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമാണ് ഈ മൃഗങ്ങളൊക്കെ പ്രസവിക്കുന്നത് പലതും. ഇതുപോലെ തന്നെയാണ് 4 കാലിൽ നടന്നിരുന്ന സമയത്ത് മനുഷ്യരുടെ പൂർവികരും ചെയ്തിരുന്നത്. പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെ തന്നെയാണ് പ്രസവിക്കുന്നത്. പക്ഷെ ഇനി അത് പറ്റില്ല. ഇടുപ്പെല്ലിന്റെ വീതി കുറഞ്ഞു, 2 കാലിൽ നടക്കുകയും വേണം. അവിടെ ഒരു പരിഹാരമായിട്ട് വന്നത് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപേ തന്നെ ഒരു മനുഷ്യ കുഞ്ഞിനെ പ്രസവിക്കുക. നമ്മൾ ഇന്ന് ഓരോ മനുഷ്യ കുഞ്ഞിനും ജന്മം കൊടുക്കുമ്പോൾ പൂർണ്ണ വളർച്ച എത്താതെയാണ് പ്രസവം നടക്കുന്നത്. ഏറ്റവും പ്രത്യേകിച്ച് തല അല്ലെങ്കിൽ തലച്ചോറ് വളർച്ച പൂർണ്ണമായാൽ തല വളരെ വലുതാകും, അല്ലെങ്കിൽ ബ്രെയിൻ വളരെ വലുതായിരിക്കും. അപ്പോൾ ആ പറയുന്ന ഗ്യാപ്പിലൂടെ പ്രസവം നടക്കില്ല. അപ്പോൾ ഇങ്ങനെ ജനിക്കുന്ന ഒരു കുഞ്ഞ് വളരെ ദുർബലനാണ്. അമ്മയുടെ ദീർഘകാലത്തെ പരിചരണം ആവശ്യമുണ്ട്. പ്രസവം കഴിഞ്ഞ ഉടനെ അമ്മയ്ക്ക് ഇതിനുള്ള ത്രാണി ഉണ്ടാകണമെന്നില്ല. പലവിധ കാരണങ്ങൾ കൊണ്ടും ഒരു പുരുഷന്റെ ആവശ്യം അവിടെയുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് സ്ത്രീയുടെ കൂടെ പുരുഷൻ കുറച്ചു കാലമെങ്കിലും ചിലവഴിക്കുന്ന ഒരു രീതി വന്നത്. ഇതൊക്കെ പ്രകൃതിയിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയാവുന്നത് പോലെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആരെങ്കിലും ചട്ടങ്ങളും നിയമങ്ങളും എഴുതി വെച്ചിട്ട് നടക്കുന്നതല്ല. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രായപൂർത്തിയായതിനു ശേഷം പിന്നീട് ചാവുന്നത് വരെയും ഈ കുരിശ് തലയിൽ ഉണ്ടാകും എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇതെങ്ങനെയാണ് വന്നത്? ഈ വിവാഹം എങ്ങനെയാണ് വന്നത്? നമ്മൾ എന്ന് കൃഷി തുടങ്ങിയ അന്ന് മുതലാണ്. ഒരു 10,000 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് മനുഷ്യൻ കൃഷി ചെയ്യുന്നത്. ഈ കൃഷി എന്ന് പറഞ്ഞാൽ പോലും പ്രകൃതിക്കെതിരാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് ബാക്കി എല്ലാത്തിനെയും കളഞ്ഞിട്ട് ഒരു പ്രത്യേക സസ്യം മാത്രം വളർത്തി നമ്മൾ കൃഷി ഏറ്റവും നല്ലതായിട്ട് കരുതുന്നു. കൃഷി പോലും നമ്മൾ യഥാർത്ഥത്തിൽ പ്രകൃതിയോട് എതിരിട്ട് ചെയ്യുന്ന കാര്യമാണ്. കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പരിപാടി നിർത്തി. പണ്ട് ഇങ്ങനെ എപ്പോഴും യാത്രയായിരുന്നു. ഒന്നും സമ്പാദ്യമില്ല, ഒരിടത്തും താമസിക്കില്ല. ഇന്നൊരിടത്ത് കിടന്നുറങ്ങും, നാളെ വേറൊരിടത്തായിരിക്കും. പെറുക്കി തിന്നും വേട്ടയാടിയുമാണ് നമ്മൾ ഇത്ര നാളും ജീവിച്ചത്. എത്ര വർഷം? ലക്ഷക്കണക്കിന് വർഷങ്ങൾ. നമ്മൾ മാറാൻ തുടങ്ങിയത് ഈ അടുത്തിടയ്ക്കാണ്. അങ്ങനെയാണ് നമുക്ക് പല ബൗണ്ടറികളും വന്നത്. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരിടത്ത് നിൽക്കുമ്പോൾ അവിടെ ഉള്ളതാണ് സമ്പാദ്യം. എല്ലാവരും കൃഷി ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നതിൻ്റെ എനിക്ക് വേണമെന്നുള്ള ഒരു കാര്യമൊക്കെ വരുന്നു. അങ്ങനെയാണ് എൻ്റേത് അല്ലെങ്കിൽ എൻ്റെ സമ്പാദ്യം എന്നുള്ള ആശയങ്ങൾ പോലും വരുന്നത്. അന്നൊക്കെ ആളുകൾ ജീവിച്ചിരുന്നത് ഭാര്യ എന്ന് പറയുന്ന സങ്കല്പമൊന്നുമില്ല. പലർക്കും പല ഇണകളായിരിക്കും. അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. പക്ഷെ പിന്നീട് ഈ കൃഷിയോട് കൂടിയാണ് ഈ സ്ത്രീയെ ഞാൻ ഇണ എന്നുള്ളതല്ല, ഇവളെ ഞാൻ ഭാര്യയായിട്ട് അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇനി ഈ സ്ഥലത്ത് ഉണ്ടാക്കുന്ന കൃഷിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ എനിക്കും ഇവൾക്കും ജനിക്കുന്ന കുട്ടികൾക്കായിരിക്കണം എന്നൊക്കെയുള്ള കൺസെപ്റ്റുകൾ വരുന്നതും അങ്ങനെയാണ് വിവാഹങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത്. അപ്പോൾ ഒരു 70,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഭാഷകൾ ചെറുതായിട്ടെങ്കിലും ഉപയോഗിക്കാൻ തുടങ്ങിയത്. 15,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് വ്യാവസായിക വിപ്ലവം വരുന്നത്. മനുഷ്യൻ പരിണമിച്ചു വന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് 2, 3, 4, 5 ലക്ഷം വർഷങ്ങൾ എടുത്തിട്ടാണ് 1800-കളിൽ മനുഷ്യരുടെ ജനസംഖ്യ 100 കോടി തികഞ്ഞതെങ്കിൽ വെറും 200 വർഷമേ വേണ്ടി വന്നുള്ളൂ അത് 800 കോടിയാകാനായിട്ട്. അതിഭയങ്കരമായ മാറ്റം. ഇത് പ്രകൃതിയിൽ ഉദ്ദേശിക്കുന്നതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. വിവാഹം വേണ്ടതാണ്, കുട്ടികൾ വേണ്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെയാണ് പ്രകൃതിയിൽ നടക്കുന്നത്? പ്രകൃതിയിൽ ഉദ്ദേശിച്ചതുപോലെയാണോ അത്? ഒരു ജനസംഖ്യ വിസ്ഫോടനം എന്ന് തന്നെ പറയണം. ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഇന്ന് എല്ലാത്തിനും നമ്മൾ ആധുനിക മനുഷ്യനായപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം, എല്ലാ സേവനങ്ങളും എല്ലാ ഉപകരണങ്ങളും നിർമ്മിക്കാനും എല്ലാം ചെയ്തു തരാനും ഇവിടെ ആളുകളുണ്ട്. ഇത്രയും മനുഷ്യരുണ്ട്. നമുക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ ജീവിക്കാൻ പറ്റുമോ? എന്തിനും ഏതിനും ഇവിടെ ആളുകളുണ്ട്. ഒരു ബിസിനസ് ഐഡിയ പുതിയതായിട്ട് കണ്ടുപിടിക്കാമോ? ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ ആളുകളുണ്ട്. പക്ഷെ ആർക്കും ഒന്നിനും സമയമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എനിക്ക് അമേരിക്കയിലുള്ള ഒരാളെ കണ്ടുകൊണ്ട് സംസാരിക്കാമെങ്കിലും ഇന്ന് മൊബൈൽ ഫോൺ നിലത്ത് വയ്ക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ഈ പറയുന്നത് പോലെ നമ്മുടെ സൗകര്യങ്ങളെല്ലാം നമ്മളെ കെണികളിലേക്കാണ് ഒരു തരത്തിൽ കൊണ്ടുപോയത്. മനുഷ്യനെ കൂടുതൽ സങ്കീർണ ചിത്തനാക്കി മാറ്റിയിരിക്കുന്നു ഈ ലോകമെന്ന് പറയാം.
എല്ലാം ഉണ്ടെങ്കിലും ഒന്നിലും സന്തോഷിക്കാൻ കഴിയാത്തൊരവസ്ഥ. പണ്ടൊക്കെ ഓരോ വീട്ടിലും 8ഉം 10ഉം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആദിമകാലം മുതലേ അങ്ങനെയാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഈ അടുത്ത കാലത്ത് പോലും 8ഉം 10ഉം കുട്ടികൾ ഉണ്ടായാൽ അതിൽ പകുതി പേരും ചെറിയ പ്രായത്തിലെ മരിച്ചു പോകുമായിരുന്നു. ഇപ്പോഴാണ് വൈദ്യശാസ്ത്രവും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇന്ന് എല്ലാവരും തന്നെ അതിജീവിക്കുന്നു, ജീവിച്ചിരിക്കുന്നവർ തന്നെ ദീർഘകാലത്തേക്ക് ജീവിക്കുന്നു. അപ്പോൾ 2 നൂറ്റാണ്ട് കൊണ്ട് 1 ബില്യൺ 8 ബില്യൺ ആളുകളായി മാറിയെങ്കിൽ ഇനിയുള്ള ഏതാനും നൂറ്റാണ്ടുകൾ കൊണ്ട് ഈ 8 ബില്യൺ എന്നുള്ളത് ഒരല്പം കുറഞ്ഞു എന്ന് കരുതിയിട്ട് ഒരു തരത്തിലുള്ള തകിടം മറിച്ചിലുകളും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ മാറ്റങ്ങളാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ NFOയെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. 2000 രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം. വിവിധ നികുതി ഇളവുകൾക്ക് പുറമെ നിങ്ങൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ഒരു ലൈഫ് കവറും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.